ഹായ് ഗേസ്, വെൽക്കം ടു ആര്യരാജ്. ഇന്നേ പുതിയ ഒരു പച്ചക്കറിയാണ് ഞാൻ നടാൻ പോകുന്നത്. എന്താണെന്നറിയാവോ? ഇതുവരെ ഞാൻ നട്ടില്ല കേട്ടോ. പക്ഷേ ഞാനത് അന്നൊരിക്കൽ അതിൻ്റെ ഫലം വെട്ടിയെടുക്കണം നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. എന്തെന്നറിയാവോ? പറയട്ടെ. എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണത്. നമുക്ക് ചൂട് സമയത്തൊക്കെ ഒത്തിരി അത് കഴിക്കണം, ശരീരത്തിന് നല്ലതാണ്. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് നിത്യവും നമ്മുടെ ടേബിളിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ്. എന്താണെന്നറിയാവോ? അറിയില്ലല്ലേ? അറിയായിരിക്കും കേട്ടോ. ഞാൻ എന്താണെന്നൊന്ന് പറയട്ടെ, കാണിച്ചു തരാവേ. ഇതാ കണ്ടോ കണ്ടോ, ഇതാണ് ഞാനിന്ന് നടാൻ പോകുന്നത്. ഇതാണ് വാഴക്കന്ന്, ഏത്തൻ വാഴ. നമ്മുടെ ഇവിടെയൊക്കെ ഏത്തൻ വാഴ എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ സ്ഥലം ഏതാണെന്നറിയോ? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം പ്രാവച്ചമ്പലം. അതുകൊണ്ട് ഇവിടെയൊക്കെ നമ്മളിതിനെ പറയുന്നത് ഏത്തൻ വാഴ കന്ന് എന്ന് പറയും. കൊള്ളാവോ? പിന്നെ ഞാനന്ന് പറഞ്ഞില്ലായിരുന്നു നിങ്ങളുടെ ഞാനൊരു കലാകാരിയാണെന്ന്. അതെ, ഞാനൊരു കലാകാരിയാണ്. 17 വർഷത്തെ സ്റ്റേജ് ജീവിതം അത് കഴിഞ്ഞാണ് ഞാനിപ്പോൾ വിശ്രമത്തിലോട്ട് വന്നത്. ആദ്യമായിട്ട് ഞാൻ 2 വർഷം ബാലെ, നൃത്തശില്പം എന്ന് പറയുന്നത് അറിയാമല്ലോ നിങ്ങൾക്കൊക്കെ, അതിലായിരുന്നു ഞാൻ അഭിനയിച്ചത്. ആദ്യമായിട്ട് അരങ്ങേറിയ നെയ്യാറ്റിൻകര യമുന തിയേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ബാലെ ട്രൂപ്പ് ഉണ്ടായിരുന്നു. അവിടെ സൂര്യഗായത്രി എന്ന് പറയുന്ന നൃത്തശില്പത്തിൽ കുന്തിദേവിയായിട്ടാണ് ഞാൻ ആദ്യമായി അഭിനയിച്ചത്. അങ്ങനെ 1 വർഷം കേരളത്തിൻ്റെ അങ്ങ് മുതൽ ഇങ്ങ് വരെ, തെക്ക് മുതൽ വടക്ക് വരെയുള്ള സൈഡിൽ ഒത്തിരി നൃത്തശില്പങ്ങൾ നമ്മൾ അവതരിപ്പിച്ചു. ഒത്തിരി കയ്യടികളൊക്കെ നേടി. അങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ നിങ്ങളോട് പറയാം. ഓക്കെ, നമുക്കിപ്പോൾ ഇന്ന് എന്തായാലും ഇത് വാഴക്കന്നട പോകാം. ഇതാ ഇവിടെയാണ് ഞാൻ വാഴക്കന്ന് നടാൻ പോകുന്നത്. ഞാൻ ഇന്നലെ വെള്ളമൊക്കെ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ടായിരുന്നു. കണ്ടോ? ഇവിടെ നമുക്ക് എന്തായാലും ഇവിടെ നടാം. ഇളക്കി ഒന്ന് വെള്ളം തളിച്ച് ഇട്ടിരിക്കുകയായിരുന്നു. അത് കാരണം കണ്ടോ നല്ല സ്മൂത്തായിട്ട് വെട്ടാൻ പറ്റുന്നു. ഇവിടെ ആകുമ്പോൾ നല്ല വെയിലും കിട്ടും, മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. ഒരു കിണർ, നമ്മുടെ കിണറിതാണ് കേട്ടോ, കിണറ്റിൻ്റെ കരയിലാണ്. ഈ കിണറ്റിൻ്റെ കരയിലാണ് നടാൻ പോകുന്നത്. മണ്ണിൽ നമുക്ക് വെട്ടി ഇങ്ങോട്ട് മാറ്റണം. ഞാൻ രാവിലെ ഇച്ചിരി വെള്ളം തളിച്ചിട്ടിരുന്നു, അതുകൊണ്ടാണ് നല്ല നനവുണ്ട്. ഈ ഏത്തൻ കന്നിന് വലുതായിട്ട് കുഴി വേണ്ട കേട്ടോ. ഇത് നമ്മുടെ സാമാന്യ ഒരു ചെറിയ കുഴി എടുത്തിട്ട് ഇത് പൊടിച്ച് വരണതനുസരിച്ച് സൈഡിളക്കി കുഴിയെ വലുതാക്കണം. ഇത്ര മതി കുഴിയുടെ വലിപ്പം. ഒരുപാട് വേണം. എനിക്കിത് നമ്മുടെ പണി ചെയ്യുന്ന ഒരു കർഷകനുണ്ട്, ജോസഫ് എന്ന് പറയും. അങ്ങനെയാണ് എനിക്ക് ഒരു 4 കന്ന് തന്നത്. ഇവിടെ 2 എണ്ണം നടണം, 2 എണ്ണം നമുക്ക് അങ്ങോട്ട് നടാം. ആദ്യം നമുക്കിതിലോട്ട് കുറച്ച് ചാരം അതിട്ട് കൊടുക്കണം. ഈ വാഴക്കന്നെന്ന് പറഞ്ഞാൽ വെറും ചാരം മാത്രം മതി എന്നാണ് ആളെന്നോട് പറഞ്ഞത്. ആദ്യം ചാരം മാത്രം ഇട്ടാൽ മതി, പൊടിച്ച് തുടങ്ങിയതിന് ശേഷം ചാണകപ്പൊടി ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്കിപ്പോൾ ചാരം ഇട്ടിട്ട് ഇത് നടാം. ഇതുപോലെ 2 കുഴി നമ്മൾ ആദ്യം എടുക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം തളിക്കണം. അതിനുശേഷം കുറച്ച് ചാരം ഇട്ട് കൊടുക്കും. ചാരം മാത്രം മതി. നമുക്ക് ഇതിലോട്ട് വാഴക്കന്നിന് വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മണ്ണ് നീക്കി മൊത്തം മൂടുണ്ട് കേട്ടോ. ഇതുപോലെ ഇതിൻ്റെ തലപ്പ് ഈ ഭാഗം പുറത്ത് കാണക്ക രീതിയിൽ ഇങ്ങനെ മൂടി വന്നിട്ട് ഒന്ന് അമക്കി കൊടുക്കണം. ഒന്ന് അമക്കിയതിന് ശേഷം വീണ്ടും മണ്ണ് ഇങ്ങനെ ഇട്ടിരുന്നാൽ മതി. ഇതുപോലെ അതിലോട്ട് നമുക്ക് നടാം. ഇതിലും ചാരം ഇട്ടിട്ടുണ്ട്. ഇതാക്കണം, ഇതിലോട്ട് മണ്ണിങ്ങനെ ഇട്ട് കൊടുക്കണം. മണ്ണിട്ടിട്ട് ഒന്ന് അമർത്തണം. വെള്ളം ഒഴിക്കുമ്പോൾ ഇല്ലെങ്കിലേ ഇതിന് ഷേക്ക് ഒന്ന് അനങ്ങി ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിലോട്ട് കുറച്ച് കരിയില, എന്തെങ്കിലും കരിയില വാരി ചുറ്റും തണല് കിട്ടാൻ വേണ്ടി വെച്ച് കൊടുക്കണം.
ഇതുപോലെ കുറച്ച് കരിയില വാരി തണൽ കിട്ടാൻ നമുക്ക് വച്ചു കൊടുക്കുക. ഇതുപോലെ വാഴക്കരിയിലയോ ഇതുപോലെ ഇങ്ങനെ വാഴക്കരിയിലൊക്കെ വാഴയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഊരിയെടുത്താൽ മതി. ഇതാണ് ഇങ്ങനെ ഊരിയെടുത്താലും മതി. എടുത്തുകൊണ്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ തണൽ കിട്ടാൻ വേണ്ടി ഇങ്ങനെ വെച്ചു കൊടുക്കണം. അങ്ങനെ ഈ വാഴ നടാൻ എളുപ്പമാണ്. പെട്ടെന്ന് ഈ വാഴ നട്ട് കഴിയും. 2 എണ്ണം ഉണ്ട്, ഞാനത് അങ്ങോട്ട് നടാം. ഇത് ഇത്ര നിങ്ങൾ കണ്ടല്ലോ. ഇതിനിപ്പോൾ പൊടിച്ച് കയറി വരുമ്പോൾ നമ്മൾ ഇതിന് ചുറ്റും ചാണകപ്പൊടി ഇടണം. അത് കഴിഞ്ഞിട്ട് എന്ത് വേണോ, കോഴിക്കാര വേസ്റ്റോ എന്ത് വേണോ അങ്ങനെ ഇട്ടിട്ട് ഇതുപോലെ കരിയില അണച്ച് മണ്ണിട്ട് കൊടുത്താൽ വാഴ കൊണ്ട് കയറും. അങ്ങനെ പിന്നെ വലുതായിട്ടൊന്നും ചെയ്യേണ്ട, ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മളിത് പൊടിച്ച് കയറുന്നത് വരെ 2 നേരം വെള്ളം ഒഴിച്ചു കൊടുക്കുക. രാവിലെയും വൈകുന്നേരം ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്കിനിപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിലോട്ടിനി വെള്ളം തളിച്ച് കൊടുക്കുക. ചുറ്റിന് ഇങ്ങനെ നന്നായിട്ട് വെള്ളം തളിക്കുക. മണ്ണ് നന്നായിട്ട് നനയാണ്. എന്നുവെച്ചാൽ ഇതിൽ ഒരു വേര് പോലും ഇല്ലാതിരിക്കുന്നത് കൊണ്ട് ഇതിന് വേര് പെട്ടെന്ന് വരണമെങ്കിൽ നല്ല ട്രീറ്റ് ചെയ്യണം. വെള്ളം രാവിലെയും വൈകുന്നേരവും പൊടിച്ച് വരുന്നത് വരെ രാവിലെയും വൈകുന്നേരം ഇതുപോലെ നമ്മൾ നന്നായിട്ട് വെള്ളം തളിച്ച് കൊടുക്കണം. നല്ല മണ്ണ് കുളിർക്ക വെള്ളം തളിച്ച് കൊടുക്കണം. പിന്നെ ഈ വാഴ കൂടുതൽ ഈ വെയിലുള്ളിടത്തായിരിക്കണം കേട്ടോ നടുന്നത്. ഈ വെയിൽ വേണം വാഴയ്ക്ക്. വെയിലുണ്ടെങ്കിലേ അത് കൊലച്ച് പെട്ടെന്ന് വരത്തുള്ളൂ. ഇതുപോലെ വെള്ളം തളിച്ച് കഴിഞ്ഞു. വാഴ നട്ട് കഴിഞ്ഞു. കണ്ടോ എങ്ങനെ വാഴ 2 വാഴയും നട്ടു എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ 6 മാസം കഴിയുമ്പോൾ കൊല മുറിക്കാമെന്നാണ് പറയുന്നത്. 6 മാസം അല്ലെങ്കിൽ 1 വർഷം ആകുമ്പോൾ എന്തായാലും നമുക്ക് കൊല മുറിയാറാവും. ഇനി ഒരു കാര്യം ചെയ്യാം, ക്ഷീണം മാറാൻ വേണ്ടി ഒരു കാര്യം ഞാൻ ചെയ്യട്ടെ. കണ്ടോളൂ, തക്കാളി പഴുത്ത് നിൽക്കുകയാണ് കേട്ടോ. ഒരു തക്കാളി പറിച്ചാൽ കഴിക്കാം. ഒരു വെണ്ടയ്ക്കയും കൂടെ ആവാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്ഷീണം മാറാം ഒരു വെണ്ടയ്ക്കയും ഒരു തക്കാളി. ഇന്ന് ഞാൻ പച്ചക്കറിയൊന്നും പറിക്കുന്നില്ല കേട്ടോ, അത് പറിച്ച് കഴിക്കുകയാണ്. രണ്ടും നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്ങനെയുണ്ട് എൻ്റെ വാഴ നടാൻ? കൊള്ളാവോ? ഇഷ്ടമായോ? നിങ്ങൾ ഇതുപോലെ എല്ലാം ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇനിയൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ്. അതുവരെ ബായ്.